തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ ഈ ഒരു വാരത്തിൽ കാണുവാൻ സാധിക്കുന്നുള്ളൂ. തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ, അതല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമുള്ള ഏത് അമ്പലത്തിലായാലും ദർശനം നടത്തുകയും ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിച്ചു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ കൂടെ വരുവാനിരിക്കുന്നത്. ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. കുടുംബത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ തമ്മിലോ പിണങ്ങുകയും അല്ലെങ്കിൽ മാറി താമസിക്കുവാനുള്ള അവസ്ഥയിൽ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. കള്ളന്മാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നുള്ള ഒരു ചെറിയ ശല്യങ്ങൾ ഈ ഒരു മാസത്തിൽ വന്നു ചേരുന്ന സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള രേഖകൾ, വസ്തുക്കൾ, നിങ്ങളുടെ മറ്റ് ഉപകരണങ്ങൾ, അതായത് ഫോൺ പോലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം സൂക്ഷിക്കുക. യാത്ര പോകുമ്പോഴെല്ലാം മറന്നു വയ്ക്കുകയും മോഷണം പോവുകയോ കളവ് പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മാസത്തിൽ അത് വരുവാൻ സാധ്യതയുണ്ട്. മറ്റ് കാര്യങ്ങളിൽ പൂർണ്ണമായും തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും ഈ ചില കാര്യങ്ങളെല്ലാം വളരെ സന്തോഷകരമായി നടക്കുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഭഗവാന്റെ നാമജപവും ക്ഷേത്രദർശനവും മുടക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈശ്വര പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവാനുഗ്രഹം നേടുകയും പല കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കുവാൻ വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ ആ ഒരു പ്രവർത്തനം, നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മടിയും അലസതയും എല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലും വിജയം ഉണ്ടാകുവാൻ സാധിക്കും.